ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ഇത്തവണത്തെ നമ്മുടെ ബഡ്ജറ്റിലെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ ബസ്സുകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന പല ടൂറിസ്റ്റ് ബസ്സുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നികുതി ഇളവ് തേടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് ഇനി വേണ്ട, ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യാം എന്ന നിലപാടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിന് വലിയ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു നികുതി കുറവുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം തിരിച്ചിവിടെ വന്ന് കേരളത്തിൽ ഓടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കാര്യമായ നേട്ടമില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ഇപ്പോൾ ഇതേ ആവശ്യമായി മറ്റൊരു സംസ്ഥാനം കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കർണാടക സർക്കാർ തന്നെയാണ്. അവിടെയുള്ള ബസ് ഉടമകളെല്ലാം കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഓൾ ഇന്ത്യ പെർമിറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവിന് സമാനമായ രീതിയിൽ കർണാടകത്തിലും നികുതി കുറയ്ക്കണമെന്നാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും കർണാടക കോപ്പിയടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോലും കേരളം കാണിച്ചു വെച്ച ഈ ഒരു മാതൃക, നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട നികുതി നഷ്ടമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് കാണിച്ച ആ ഒരു വീക്ഷണം, അത് മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കുന്നു എന്ന് വേണം ഇതിലൂടെ കരുതാൻ. ഏതായാലും കർണാടകയിൽ ഈ മാസം 16-നാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിൽ ഈ നികുതി കുറയ്ക്കുന്ന കാര്യം, ഈ ബസ് ഉടമകളുടെ നികുതി കുറയ്ക്കണമെന്ന ആവശ്യം പരിഗണിക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നികുതി കുറവുള്ളതിനാൽ ടൂറിസ്റ്റ് ബസ്സുകളിൽ വലിയൊരു വിഭാഗവും നാഗാലാൻഡും അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നികുതി കുറയ്ക്കുന്നതോടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട ഈ നികുതി, ബസ്സുകളുടെ നികുതി ചോരും എന്ന വാദമാണ് എപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് കേരളം മുൻകൈ എടുത്ത് ഒരു നിലപാട് സ്വീകരിച്ചത്. ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യാം, അതിനുള്ള നികുതി ഇളവ് നൽകാം എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കർണാടകയുടെ ബഡ്ജറ്റിൽ അത് പരിഗണിച്ചില്ലെങ്കിൽ കർണാടകയിലുള്ള ബസ്സുകൾ കൂടി കേരളത്തിൽ ചിലപ്പോൾ വന്ന് രജിസ്റ്റർ ചെയ്തേക്കാം എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. നമ്മുടെ സംസ്ഥാനം മാതൃകയാക്കിക്കൊണ്ട് ഇപ്പോൾ കർണാടകയും മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതേണ്ടി വരാൻ. എന്തായാലും കേരളം കുറച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയും ആ ഒരു നികുതി ഇളവ് എന്തായാലും വരുത്തിയിരിക്കും. കാരണം കർണാടകയ്ക്ക് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഓടുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ അവർക്ക് ഒരു നികുതി ഇളവിന് വേണ്ടി കേരളത്തെ സമീപിക്കേണ്ടി വരുമോ എന്ന ചോദ്യവും കൂടി ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. നിലവിൽ 3 മാസം കൂടുമ്പോൾ 40 സീറ്റുള്ള ഒരു ബസ്സിന് കർണാടകത്തിൽ 1,47,200 രൂപയാണ് നികുതി അടയ്ക്കേണ്ടത്. സ്ലീപ്പർ ബസ്സുകൾക്ക് സീറ്റിന് 44,000 രൂപ അടയ്ക്കേണ്ടി വരും. അതേസമയം നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്യുന്ന ബസ്സിന് അവിടെ അടയ്ക്കേണ്ട നികുതി ഒരു വർഷം 70,000 രൂപ വരെ മാത്രമാണ്. അരുണാചൽ പ്രദേശിൽ നികുതി അടയ്ക്കേണ്ടി വരുമ്പോൾ കർണാടകത്തിൻ്റെത് പകുതി താഴെ വരികയുള്ളൂ എന്നാണ്. 1,47,000 ആകുമ്പോൾ 80,000 താഴെ രൂപ മാത്രം അടച്ചാൽ മതി അരുണാചൽ പ്രദേശിൽ ഇത് ബസ്സുകൾ രജിസ്റ്റർ ചെയ്യാൻ എന്നുള്ളതാണ് അതിലൊരു പ്രത്യേകത. നികുതി ഇളവ് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകിയതായിട്ടാണ് കർണാടകയുടെ സ്റ്റേറ്റ് ട്രാവൽ ഓപ്പറേറ്റീവ് അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നത്. നിലവിൽ ഒട്ടേറെ ബസ് ഉടമകൾ നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും ബസ്സുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ്. ബജറ്റിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചാൽ ഈ ബസ്സുകളുടെ രജിസ്ട്രേഷൻ കർണാടകയിൽ തന്നെ നടക്കും, അല്ലെങ്കിൽ അവർ കേരളത്തെ സമീപിക്കും എന്നൊരു സൂചന കൂടി മുൻകൂട്ടി നൽകുന്നുണ്ട്. അപ്പോൾ തന്നെ കേരളം വെച്ച ആ ഒരു മാതൃക കൂടി ഇപ്പോൾ ശരിയായി വരുന്നു എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ തന്നെ സീറ്റിന് നിരക്ക് കുറയ്ക്കുന്നുണ്ട്, ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കുന്നുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. കർണാടകയിലും അതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരിക്കൽ കൂടി നമ്മുടെ ബജറ്റ് മറ്റുള്ളവർക്കും മാതൃകയായി മാറുകയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രസക്തമായ ഒരു കാര്യം എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മുടെ ബജറ്റിൽ കൃത്യമായ ആ നിലപാട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ബസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് പലരും പറയാറുണ്ടായിരുന്നു. പക്ഷേ നികുതി ഇളവ് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് ബസ് ഉടമകൾ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനാണ് ഒരു പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ബസ്സുകൾക്കുള്ള നികുതി, അത് ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള നികുതി വളരെ രീതിയിൽ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം, അത് മാതൃകയാക്കാൻ ഇപ്പോൾ കർണാടക സർക്കാരും ആലോചിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഈ ബജറ്റിൽ തന്നെ അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ കേരളത്തിന്റെ ഒരു മാതൃക കൂടി കർണാടക കോപ്പിയടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും.